നമസ്കാരം. സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിൽ റോഡ് നിർമ്മാണം എത്രത്തോളം ഭംഗിയായി നടക്കുന്നുവെന്ന് കാണിക്കണമെങ്കിൽ ഇന്ന് തലസ്ഥാനത്തെ മാഞ്ഞാലിക്കുളം റോഡിലേക്കൊന്ന് നോക്കിയാൽ മതി. ടാറിംഗ് നടത്തി പുതുപുത്തനാക്കി രണ്ടാം ദിവസം വെട്ടിപ്പൊളിച്ചു. ഓട നിർമ്മാണത്തിനും മാൻഹോളിലെ തകരാർ മാറ്റാനുമായാണ് ടാറിട്ട പുത്തൻ റോഡ് രണ്ടാം ദിനം കുത്തിപ്പൊളിച്ചത്. ഇതോടെ റോഡിനടിയിലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനും പൊട്ടി. കൂനിന്മേൽ കുരു എന്ന കണക്കിന് നന്നായി ഗതാഗത സൗകര്യമുണ്ടായിരുന്ന റോഡിൽ ഇപ്പോൾ വാഹനങ്ങൾക്ക് കടക്കാനാകുന്നില്ല. ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ഇതിപ്പം നമുക്ക് പോകാനായിട്ടുള്ള ഒരു സൗകര്യമില്ല. ഇപ്പം പുതുതായിട്ട് പണിഞ്ഞ റോഡാണ്, പക്ഷെ അതിനെ വെട്ടിപ്പൊളിച്ച് ഇപ്പം നാട്ടുകാർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ സഞ്ചാരയോഗ്യം അല്ലാത്ത രീതിയിലാക്കിയിരിക്കുകയാണ്. ഏത് റോഡ് പണിഞ്ഞാലും ഇത് തന്നെ അവസ്ഥ. കാരണം മൂന്നിൻ്റെ അന്ന് വന്ന് വെട്ടിപ്പൊളിക്കും. ജനങ്ങൾക്ക് ദുരിതപൂർണമായ ജീവിതമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം 3 ദിവസത്തിന് മുമ്പ് കീലിട്ട് ദിവസം തന്നെ വെട്ടി റോഡ് വെട്ടി അത് കുഴിയായിട്ട് കിടക്കുകയാണ്. കീലിട്ടിട്ട് ഉടൻ പിറ്റേ ദിവസം വെട്ടിയതാണ്, കുഴിയായിട്ട് കിടക്കുകയാണ്. ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വാട്ടർ ഹൗസുകാരൊന്നും വെള്ളം ലൈൻ എടുക്കാനാണ് വെട്ടിയത്. അങ്ങനെ അവർ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ വണ്ടിക്കൊന്നും പോകാൻ പാടാണ്, അടച്ചിരിക്കുകയാണ്. പിന്നീട് കാന്താരിമ്മ കോലിൻ്റെയാണ്. അവിടെ ഓരോ ദിവസവും ടാർ ചെയ്യും. ഉടൻ തന്നെ ഏതാണെന്ന് പറഞ്ഞുകൂടെ അവർ വെട്ടിക്കുഴിച്ചിടും. ആ ടാറെല്ലാം ഇളകി പോകുന്നു. ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ കാലമായി. ആദ്യം റോഡ് ടാർ ചെയ്യുക, പിന്നീട് അത് വെട്ടിപ്പൊളിക്കുക. മാഞ്ഞാലിക്കുളം റോഡിലെ ഓടകളെല്ലാം ശാസ്ത്രീയമായി പണിതവയാണ്. എന്നാൽ കാലാനുസൃതമായി അറ്റകുറ്റപ്പണി നടത്താതെ ഇവയെല്ലാം റോഡ് ടാറിംഗ് കഴിഞ്ഞ ശേഷമാണ് നവീകരണ പണി നടത്തുന്നതെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. സെക്രട്ടേറിയറ്റിലേക്കും സ്റ്റാച്യു ജംഗ്ഷനിലേക്കും മറ്റും പോകാനുള്ള ബൈ റോഡാണ് ഇതോടെ അടഞ്ഞത്. ഒരു മുന്നറിയിപ്പ് ബോർഡോ അറിയിപ്പോ വയ്ക്കാത്തതിനെ തുടർന്ന് യാത്രക്കാരും ബുദ്ധിമുട്ടിലായി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.